കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമ്മൾ ഇന്നത്തെ സെഷൻ നോക്കാൻ പോകുന്നത് PCOC 138 കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. നമ്മൾ ലേൺവൈസ് കണ്ടക്ട് ചെയ്യുന്ന ഇഗ്നോ ഫോക്കസ് 5.0യുടെ ഭാഗമായി ഇത്രയും നാളും അവൈലബിൾ ആയിട്ടുള്ള, അതായത് ജൂൺ 25 വരെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കുമ്പോൾ. അതായത് ഒരു കുറച്ച് ട്രെൻഡ് അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺസ്, അല്ലെങ്കിൽ ഏത് ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ബ്ലോക്കാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം, അങ്ങനെ കുറേ ഒരു നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ട കുറേ സെഷൻസ് ഈ ഒരു വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഇപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇപ്പം അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് എക്സാം വരുമ്പോൾ അതിന് ഇതുവരെ പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഞാൻ ഏത് പഠിച്ചാൽ എനിക്ക് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാംസ് എന്ന രീതിയിലുള്ളൊരു നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ തരുന്നതായിരിക്കും ഈ ഒരു സെഷൻ. നമ്മുടെ ഈ ഒരു സെഷനകത്ത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ കുറച്ചൊന്ന് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങൾ, അതായത് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടും ടോപ്പിക് ബേസ്ഡ് ആയിട്ടും ഒക്കെ ഉള്ള ഒരു ജനറൽ അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട്. അതായത് ഓരോന്നിലും എന്താണ് ഇമ്പോർട്ടൻ്റ്, അതായത് ബേസിക് കൺസെപ്റ്റും ബ്ലോക്ക് വൈസ് ഏതാണ് വേണ്ടുന്നത് എന്നുള്ളൊരു സിലബസ് മാപ്പിംഗ് ആണ് മെയിൻ ആയിട്ട് ആദ്യമേ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എക്സാം പാറ്റേൺസ്, അതായത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, അതിന്റെ വെയിറ്റേജ്, മാർക്ക് ട്രെൻഡ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ജൂൺ 2022 തൊട്ട് ജൂൺ 2025 വരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലുള്ള ഒരു അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത്. ദെൻ റെക്കറിങ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് പോർഷൻ ആണ് അങ്ങനെ നമുക്ക് ഒന്ന് കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ കവർ ചെയ്ത് പോകേണ്ട പോർഷൻസ് ഏതാണ്, അതേപോലെ തന്നെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രോബിലിറ്റി ഉള്ള വരാൻ ചാൻസ് ഉള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു സെഷനകത്ത് നമ്മൾ നോക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഏറ്റവും ലാസ്റ്റില് ഒരു പ്രഡിക്റ്റീവ് പേപ്പർ, അതായത് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്ക് ഒരു ജനറൽ ഒരു ഐഡിയ, അതായത് ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇത്രയും പഠിച്ചിരിക്കുന്ന നമുക്ക് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ നമ്മുടെ ഈ ഒരു പേപ്പറിനെ കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം മനസ്സിലായി, അല്ലെങ്കിൽ ഈ ഒരു ഡിസംബർ എക്സാമിന് നമുക്ക് ഏകദേശം എങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ എങ്ങനെ എത്രത്തോളം നമ്മളുടെ ഒരു പഠിത്തമായി എന്നൊക്കെ നമ്മളുടെ ആ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ ആൻസേഴ്സ് അല്ലെങ്കിൽ മോഡൽ ആൻസർ കീയും കാര്യങ്ങളും നിങ്ങളുടെ ആപ്പിൽ, ലേൺവൈസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ആപ്പിന്റെ സ്റ്റോറിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു സെഷൻസിലോട് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാം. അതായത് നമ്മളുടെ ആ ഒരു ജൂൺ 2025 വരെയുള്ള ആ ഒരു മെത്തഡോളജിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ഡിസംബറിൽ പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാം ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ ഉള്ളൊരു ജനറൽ അനാലിസിസ് ആയിരിക്കും ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് വരിക. ഫസ്റ്റ് തന്നെ പറഞ്ഞ പോലെ തന്നെ സിലബസ് മാപ്പിംഗ് ആണ്, അതായത് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും വരുന്ന ടോപ്പിക്സ് ഏതാണ്, അല്ലെങ്കിൽ അതിന്റെ റിലവൻസ് എത്രത്തോളം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു 10 ടൈംസ് അല്ലെങ്കിൽ അതിന്റെ അപ്പുറം അപ്പിയർ ചെയ്തിട്ടുള്ള പോർഷൻസ് ആണെങ്കിൽ നമ്മൾ ഹൈ റിലവന്റ് എന്നും, 5 to 9 ടൈംസ് ആണ് ഇത് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിനെ മീഡിയം റിലവന്റ് എന്നും, ബിലോ 5 ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ നമ്മൾ ലോ എന്നുമാണ് ഇതിനകത്ത് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക്, അതായത് ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് യൂണിറ്റ് 1 നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ അതിന്റെ മൊത്തത്തിൽ ചോദിച്ചിരിക്കുന്ന നമ്പർ, അതായത് ചോദിച്ചിട്ട് അപ്പിയർ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യമാണ് ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് ലോ റിലവന്റ് എന്ന രീതിയിൽ പറയാം. അതായത് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ തുടർച്ചയായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു പോർഷൻ അല്ല ഈ ഒരു നേച്ചർ ആൻഡ് സ്കോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അങ്ങനെ വിട്ട് കളയാനും പറ്റത്തില്ല, ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് താനും. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. അങ്ങനത്തെ മെയിൻ ആയിട്ട് ഡെഫിനിഷൻ ഓഫ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ കോസ്റ്റിംഗ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റിംഗ് സിസ്റ്റം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്.
ദെൻ ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് തന്നെ യൂണിറ്റ് 2 ആൻഡ് കോസ്റ്റ് കൺസെപ്റ്റ്സ് ആൻഡ് ഇറ്റ്സ് അസർടൈൻമെന്റിൽ നിന്ന് 45 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിന് വളരെ ഹൈ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. എക്സ്പെൻസസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് 16 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ മെറ്റീരിയൽസിന്റെ പോർഷനിൽ നിന്നും 14 ടൈംസും ലേബറിന്റെ പോർഷനിൽ നിന്ന് 11 ടൈംസുമാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പം അതിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് തന്നെ ആ ഒരു പോർഷൻ യൂണിറ്റ് 2 നമ്മൾ കവർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 3 പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂവിന്റെ പോർഷനിൽ നിന്ന് 10 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഹൈ കാറ്റഗറി തന്നെ ആയിട്ട് നമുക്ക് അതിന്റെ റിലവൻസ് പറയാൻ പറ്റും. മെറ്റീരിയൽ കൺട്രോളിന്റെ പോർഷൻ 4 പ്രാവശ്യവും പർച്ചേസ് പ്രൊസീജിയറിന്റെ പോർഷൻ 4 പ്രാവശ്യം, അഡ്വാൻറ്റേജസിന്റെ പോർഷൻ 1 പ്രാവശ്യം, ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസിൽ വന്ന് കണ്ടിട്ടുള്ള ഒരു അപ്പിയറൻസ് ലെവൽ എന്ന് പറയുന്നത്. സെയിം ബ്ലോക്ക് 2 യൂണിറ്റ് 4 ഇൻവെന്ററി കൺട്രോളിൽ നിന്ന് 20 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്ത് കാണുന്നത്. അതിനെ ഹൈ കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. സ്റ്റോക്ക് ലെവൽസിന്റെ പോർഷൻ 5 പ്രാവശ്യം, ABC അനാലിസിസിന്റെ പോർഷൻ 3 പ്രാവശ്യം, ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ 3 പ്രാവശ്യം, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 2 മെറ്റീരിയൽ ആൻഡ് ലേബറിന്റെ പോർഷനിൽ നിന്ന് യൂണിറ്റ് 5 പ്രൈസിംഗ് ദി ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽസ് 12 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ഹൈ കാറ്റഗറി ആണ്, ഹൈ റിലവൻസ് ഉള്ള പോർഷൻ ആണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്, അതായത് ഫിഫോ മെത്തേഡ് 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലിഫോ മെത്തേഡ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് 4 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് 2 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 ലേബർ ബേസിക് കൺസെപ്റ്റിൽ നിന്ന് 48 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. 48 ടൈംസ് ആണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ഹൈ കാറ്റഗറി ആണ്. ലേബർ ടേൺ ഓവറിന്റെ ടോപ്പിക്ക് 4 പ്രാവശ്യം, കോസസ് ഓഫ് ലേബർ ടേൺ ഓവർ 4 പ്രാവശ്യം, ദെൻ എഫക്ട്സ് ഓഫ് ലേബർ ടേൺ ഓവർ 4 പ്രാവശ്യം എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് യൂണിറ്റ് 7 അക്കൗണ്ടിങ് ഫോർ ലേബർ. അതിന് ലീഡിങ് കാറ്റഗറി ആയിട്ട് പറയും, കാരണം 5 പ്രാവശ്യമേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുള്ളൂ. അതിനകത്ത് ഹാസ്ലി പ്രീമിയം പ്ലാൻ 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ടൈം ബേസ് സിസ്റ്റം 1 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മെത്തേഡ്സ് ഓഫ് വേജ് പേയ്മെന്റിൽ നിന്ന് ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും വന്ന് കണ്ടിട്ടുമില്ല. അപ്പം ഈ ഒരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അപ്പിയർ ചെയ്തിട്ടുള്ള പോർഷൻ ആയതുകൊണ്ട് തന്നെ അതിന് മീഡിയം കാറ്റഗറി ആയിട്ട് റെലവൻസ് പറയാൻ പറ്റും. ദെൻ ബ്ലോക്ക് 3 ഓവർഹെഡ്സിന്റെ പോർഷനിൽ നിന്ന് യൂണിറ്റ് 8 ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് നോക്കിക്കഴിഞ്ഞാൽ 16 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഹൈ കാറ്റഗറി ആണ്. അപ്പോർച്ച്മെന്റ്, അതായത് 9 പ്രാവശ്യമാണ് ആ ഒരു ടോപ്പിക്ക് വന്നിട്ടുള്ളത്. അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ് 3 പ്രാവശ്യവും, പ്രിപ്പറേഷൻ ഓഫ് ഓവർഹെഡ്സ് ഡിസ്ട്രിബ്യൂഷൻസ് സമ്മറി 3 പ്രാവശ്യമാണ് ചോദിച്ചു കാണുന്നത്. ദെൻ ബ്ലോക്ക് 3 ഓവർഹെഡിന്റെ പോർഷനിൽ നിന്ന് യൂണിറ്റ് 9 ഒബ്സർവേഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ് 3 പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ലോ കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. അതിൽ നിന്ന് വന്നിരിക്കുന്ന ടോപ്പിക്ക് ഓവർ അബ്സോർപ്ഷൻ ആൻഡ് അണ്ടർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്സ് 2 പ്രാവശ്യവും, പ്രൈം കോസ്റ്റ് മെത്തേഡ് 1 പ്രാവശ്യവുമാണ് ചോദിച്ചിട്ടുള്ളത്. മീനിങ് ഓഫ് അബ്സോർപ്ഷൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ദെൻ സെയിം ബ്ലോക്കിലെ യൂണിറ്റ് 10 മെഷീൻ അവർ റേറ്റിൽ നിന്ന് 6 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നു. മീഡിയം കാറ്റഗറി ആണ്, റിലവൻസ് ഉള്ള പോർഷൻ ആണ്. ബേസിക്സ് ഓഫ് അപ്പോർച്ച്മെന്റ് ഓഫ് ഓവർഹെഡ് 3 പ്രാവശ്യവും, കമ്പ്യൂട്ടേഷൻ ഓഫ് മെഷീൻ അവർ റേറ്റ് 3 പ്രാവശ്യം, അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഇതുവരെ ചോദിച്ചും കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന ടോപ്പിക്കിന്റെ റെഫറൻസ് ലെവൽ. ദെൻ സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് 11 അതായത് അതർ ഓവർഹെഡ്സ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റ് അലോക്കേഷനിൽ നിന്ന് 14 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഹൈ കാറ്റഗറി ആയിട്ട് റിലവൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ്. അതിലെ ഡിപ്രീസിയേഷന്റെ ടോപ്പിക് 7 പ്രാവശ്യവും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് 3 പ്രാവശ്യവും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 3 പ്രാവശ്യവുമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ബ്ലോക്ക് 4 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ യൂണിറ്റ് 12 അതായത് യൂണിറ്റ് കോസ്റ്റിംഗിന്റെ പോർഷനിൽ നിന്ന് 7 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. അതിനെ ഒരു മീഡിയം ലെവൽ എന്ന രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ റെലവൻസ് പറയാൻ പറ്റും. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്സ് 3 പ്രാവശ്യം, പ്രിപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്ന 2 പ്രാവശ്യം, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് 2 പ്രാവശ്യം എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 4 അതായത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ യൂണിറ്റ് 13 ആണ് ജോബ് കോസ്റ്റിംഗിന്റെ പോർഷൻ. അതിൽ നിന്ന് നമുക്ക് 2 പ്രാവശ്യമേ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുള്ളൂ. അതിന് ലോ കാറ്റഗറി ആയിട്ട് റിലവന്റ് ആയിട്ട് പറയാൻ പറ്റും. അതായത് പ്രൊസീജിയറിന്റെ പോർഷനിൽ നിന്ന് ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനും, ഇവാലുവേഷന്റെ അവിടുന്ന് ഒരു ക്വസ്റ്റ്യനുമാണ് നിലവിൽ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ജോബ് കോസ്റ്റിംഗ് ഇതുവരെ ചോദിച്ചധികം കണ്ടിട്ടില്ല, റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടില്ല.
ബ്ലോക്ക് ഫോറിൽ നിന്ന് തന്നെ യൂണിറ്റ് 14 കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ 23 ടൈംസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഹൈ കാറ്റഗറി ആയിട്ട് തന്നെ നമുക്കത് പറയാൻ പറ്റും. അതിലെ കോൺട്രാക്ട് കോസ്റ്റിംഗ് 5 പ്രാവശ്യം, ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് ആൻഡ് കോൺട്രാക്ട് കോസ്റ്റിംഗ് 5 പ്രാവശ്യം, പ്രോഫിറ്റ് ഓൺ അൺകംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് 5 പ്രാവശ്യം എന്ന രീതിയിലൊക്കെയാണ് ടോപ്പിക്സ് വന്നിട്ടുള്ളത്. അപ്പം അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ആ ഒരു യൂണിറ്റ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കാം. ദെൻ സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് 15 പ്രോസസ് കോസ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ 9 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിന് മീഡിയം കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ മീഡിയം കാറ്റഗറീസ് നമുക്ക് എന്താ റെലവൻസ് ഉള്ളൊരു പോർഷനായിട്ട് പറയാൻ പറ്റും. ഡിഫറൻസ് ബിറ്റ്വീൻ ജോബ് കോസ്റ്റിംഗ് ആൻഡ് പ്രോസസ് കോസ്റ്റിംഗ് 2 പ്രാവശ്യം, പ്രോസസ് ലോസസ് 2 പ്രാവശ്യം, നോർമൽ പ്രോസസ് ലോസ് 2 പ്രാവശ്യം എന്ന രീതിയിലൊക്കെയാണ് ടോപ്പിക്സിന്റെ അപ്പിയറൻസ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് ഫോറിൽ തന്നെ യൂണിറ്റ് 16 ജോയിന്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റിന്റെ പോർഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് 20 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഹൈ കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. ദെൻ അതേപോലെ തന്നെ മീനിങ് ഓഫ് ജോയിന്റ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ബൈ പ്രോഡക്ട്സ് 4 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ജോയിന്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് 4 പ്രാവശ്യം, ഡിഫിക്കൽട്ടീസ് ഇൻ കോസ്റ്റിംഗ് ഓഫ് ജോയിന്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സ് 4 പ്രാവശ്യം എന്ന രീതിയിലാണ് നമ്മളുടെ ടോപ്പിക്സ് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് ഫോറിൽ തന്നെ യൂണിറ്റ് 17 വാലുവേഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 6 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്, അപ്പിയർ ചെയ്തിട്ടുള്ളത്. മീഡിയം കാറ്റഗറി ആയിട്ട് ആ ടോപ്പിക്കിനെ പറയാൻ പറ്റും. ഇതിലെ ടോപ്പിക്സ് വന്നിരിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ 2 പ്രാവശ്യം, കാൽക്കുലേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് 2 പ്രാവശ്യം, പ്രൊസീജിയർ ഫോർ വാലുവേഷൻ ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ 2 പ്രാവശ്യം എന്ന രീതിയിൽ. ദെൻ ബ്ലോക്ക് 4 മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ യൂണിറ്റ് 18 സർവീസ് കോസ്റ്റിംഗ് വരുന്നത് 4 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നത്. ലോ കാറ്റഗറിയാണ്. മീനിങ് ആൻഡ് കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് സർവീസ് കോസ്റ്റിംഗ് 1 പ്രാവശ്യം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് 1 പ്രാവശ്യം, സ്കോപ്പ് ഓഫ് സർവീസ് കോസ്റ്റിംഗ് 1 പ്രാവശ്യം എന്ന രീതിയിലാണ് ടോപ്പിക്സ് വന്ന് കാണുന്നത്. സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് 19 റിക്കൺസിലേഷൻ ഓഫ് കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ആകെ 1 പ്രാവശ്യമേ ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുള്ളൂ. ലോ കാറ്റഗറിയാണ്. അതിൽ ഇന്റഗ്രൽ അക്കൗണ്ടിങ് എന്താന്നുള്ള പോർഷനിൽ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നത്. ബാക്കി മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും നോൺ ഇന്റഗ്രൽ അക്കൗണ്ടിങ്ങിന്റെ പോർഷനിൽ നിന്നും ഇതുവരെ ഒന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നില്ല. സെയിം ആ ഒരു ഇപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ടേബിളിന്റെ ബേസിൽ തന്നെ ഉള്ള ഒരു ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് ഒറ്റയടിക്ക് നോക്കുമ്പോഴേ കാണാം നമുക്ക് ബ്ലോക്ക് 2 മെറ്റീരിയൽസ് ആൻഡ് ലേബറിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്ന് കാണുന്നത്. ദെൻ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് 4 നിന്നും, പിന്നെ ബ്ലോക്ക് 1, ബ്ലോക്ക് 3 എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ടെൻഡൻസി എന്ന് പറയുന്നത്. ഇതിന്റെ തന്നെയാണ് ഒരു ഹീറ്റ് മാപ്പ് വരുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു ഹീറ്റ് മാപ്പിന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ആ ഒരു ടേബിളിന്റെ തന്നെ ഒരു അനാലിസിസ് ആണ് ഇതിനകത്ത് വരുന്നത്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് 3 പോർഷൻസ്, അതായത് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ഒരു 3 പോർഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റഡിയുടെ ബേസിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ടോപ്പ് 3 ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻവെന്ററി ആൻഡ് മെറ്റീരിയൽസ് പ്രൈസിങ്, അതായത് ലിഫോ മെത്തേഡും ഫിഫോ മെത്തേഡും ഒക്കെ ഇല്ലേ, അത് വരുന്ന രീതിയിൽ ഇൻവെന്ററി ആൻഡ് മെറ്റീരിയൽസ് പ്രൈസിങ് ആണ് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് നമുക്ക് ടോപ്പ് 3 ഫസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുക. വേറൊന്നുമല്ല, എന്താണ് റിപ്പീറ്റഡ്ലി അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു പോർഷൻ ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് സെക്ഷൻ എയിൽ. അതായത് പ്രത്യേകിച്ച് ഷോർട്ട് നോട്ട്സിന്റെ പോർഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തുടർച്ചയായിട്ട് കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഇൻവെന്ററി ആൻഡ് മെറ്റീരിയൽസ് പ്രൈസിങ് എന്ന് പറയുന്നത്. ഇത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു പോർഷൻ തന്നെയാണ്. തുടർച്ചയായിട്ട് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് മാർക്ക് റേസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്താണ് പഠിക്കുക. ദെൻ വരുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗ് ആണ്. കോൺട്രാക്ട് കോസ്റ്റിംഗിലെ റെഗുലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എന്താണ് അതിനകത്ത് പല കാര്യങ്ങൾ സ്റ്റെപ്പ് മാർക്ക് ഒക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ് കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ പോർഷൻ വരുന്നത്. അപ്പൊ അതിലും കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നോക്കുക, കവർ ചെയ്യാൻ നോക്കുക. ദെൻ ലാസ്റ്റ് വൺ ഓവർ ഹെഡ്സ്, അതായത് അപ്പോർഷൻമെന്റ് അബ്സോർപ്ഷൻ ഒക്കെ ഇല്ലേ, അതിന്റെ ഒരു പോർഷൻ. അതിനകത്ത് റെക്കറിങ് അലോക്കേഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മെഷീന്റെ റേറ്റും ടൈം ബേസ്ഡിലും ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഓവർ ഹെഡ്സും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുന്നത് മൊത്തത്തിൽ കവർ ചെയ്താണ്. ഇങ്ങനെ 3 ടോപ്പിക്സ് ആണ് നമുക്ക് വളരെ 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 പ്രയോറിറ്റി കൊടുക്കേണ്ട, അല്ലെങ്കിൽ ടോപ്പ് 3 ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്. ഈ ഒരു ഇത്രയും നമ്മൾ ആ ഒരു ഫസ്റ്റിലത്തെ ടേബിളിന്റെ ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന ടോപ്പ് 3 എന്ന് പറയുന്നത് ഇൻവെന്ററി ആൻഡ് മെറ്റീരിയൽസ് പ്രൈസിങ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, അതേപോലെ തന്നെ ഓവർ ഹെഡ്സ്. ഈ 3 ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണേ. ദെൻ അതിനകത്ത് തിയറി ഫാക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ, അതായത് തിയറി കൂടുതൽ ചോദിക്കുന്ന ഒരു പോർഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് മറ്റേത് ടോപ്പ് 3 പറഞ്ഞു. ഇനി നമുക്ക്
തിയറി കൂടുതലും ചോദിക്കുന്ന മസ്റ്റായിട്ട് കവർ ചെയ്യേണ്ട ടോപ്പിക് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ EOQ വരുന്നുണ്ട്, സ്റ്റോക്ക് ലെവൽ വരുന്നുണ്ട്, ABC വരുന്നുണ്ട്, അങ്ങനത്തെ പോർഷൻസ് ഒക്കെയാണ് മെറ്റീരിയൽ കൺട്രോളിനകത്ത് വരുന്നത്. അതായത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഇല്ലേ, അതിന്റെ പോർഷനും സ്റ്റോക്ക് ലെവൽസും എല്ലാം നോക്കുന്ന അതിന്റെ ഒരു ഡെഫിനിഷൻസും ഷോർട്ട് നോട്ട്സും എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. തിയറി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളൊരു പോർഷനാണ് ഈ മെറ്റീരിയൽ കൺട്രോൾ. ദെൻ വരുന്നത് ലേബർ ടേൺ ഓവർ അല്ലെങ്കിൽ ഇൻസെന്റീവ്സ് എന്ന് പറയുന്ന പോർഷൻ ആണ്. അതിനകത്തും എന്താണ് ഷോർട്ട് ആൻസേഴ്സ് ഒക്കെ കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ലേബർ ടേൺ ഓവർ അതിന്റെ ബാക്കി ടൈപ്സും കാര്യങ്ങളും ഒക്കെ വരും. അതിനകത്ത് ഇൻസെന്റീവ്സും കാര്യങ്ങളും എല്ലാം അതിനകത്ത് പ്രത്യേകം കണ്ട ഹാൽസ്റ്റേ, റോവാൻ അങ്ങനത്തെ മെത്തേഡ്സും കാര്യങ്ങളും എല്ലാ രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് സാധാരണ ചോദിച്ച് കാണാറുണ്ട്. ദെൻ മെഷീൻ അവർ റേറ്റ്. മെഷീൻ അവർ റേറ്റ് എന്താണ്, അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റിന്റെ കാൽക്കുലേഷൻ മുമ്പേ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് 3-ല്. ഇനി മെഷീൻ അവർ റേറ്റ് എന്താണ് ഏതാണെന്നുള്ള ന്യൂമറിക്കൽ നമുക്ക് എന്താണ് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു തിയറിറ്റിക്കൽ എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പ് 3 പോർഷൻസ് ആണ് ഈ ഒരു 3 മെറ്റീരിയൽ കൺട്രോൾ, ലേബർ ടേൺ ഓവർ ആൻഡ് ഇൻസെന്റീവ്സ്, മെഷീൻ അവർ റേറ്റ്. ദെൻ ഇതിന്റെ ഒരു കോംപ്രഹെൻസീവ് ബേസിൽ അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുന്ന ടിപ്പിക്കൽ മാർക്കിംഗ് സിസ്റ്റം, അതായത് ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസിനും വരുന്ന മാർക്കിംഗ് സിസ്റ്റംസും കാര്യങ്ങളും ഒക്കെ നോക്കാം. അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത് എന്നൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ എക്സാംസിന് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻ ടൈപ്സ് പലതുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണ്, അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ്. അതിന് വരുന്നത് നോർമലി നമ്മൾ കാണുന്ന 15 to 20 മാർക്സ് എന്ന രീതിയിലാണ് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. ഒരു ഫുള്ളി വർക്കിംഗ് സ്റ്റെപ്സും ഫോർമാറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതിനകത്ത് 1 to 1.5 പേജസ് എന്താണ് ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 1.5 പേജ് നമ്മൾ എന്ത് വേണേലും നമ്മൾ സ്റ്റെപ്സ് സഹിതം ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. 2022 തൊട്ട് 2025 വരെയുള്ള പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സെക്ഷൻ ബിയിലാണ് സാധാരണ ഇതുപോലത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ച് കാണുന്നത്. ദെൻ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ലോങ് തിയറി ആൻസേഴ്സ് വരുന്നതും 10 to 20 മാർക്സ് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത്. ഇങ്ങനെ എസ്എ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ 120 തൊട്ട് 180 മാർക്സ് വേർഡ്സിനിടയിൽ വേണം നമ്മൾ നമ്മുടെ ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ. അത് എന്താണ് 10 മാർക്കിനാണെങ്കിൽ നമ്മളൊരു 120 അല്ലെങ്കിൽ 180 വേർഡ്സിനുള്ളിൽ നമ്മുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ദെൻ 20 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ 200 to 300 വേർഡ്സിനുള്ളിൽ വേണം നമ്മുടെ ആൻസേഴ്സ് നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ അല്ലെങ്കിൽ നീറ്റായിട്ട് നമ്മൾ എഴുതി ഫലിപ്പിക്കാൻ. മെയിനായിട്ട് പിന്നെ ഡെഫിനിഷൻസ് ഒക്കെ ആണെങ്കിൽ 3 to 5 എന്ന രീതിയിലായിരിക്കും സാധാരണ വരുന്നത്. നല്ലൊരു പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഒരു ബ്രീഫ് എക്സാമ്പിൾ ഒക്കെ കൊടുത്തുകൊണ്ട് വേണം നമ്മൾ ആൻസേഴ്സ് പലപ്പോഴും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. 2022 തൊട്ട് 2025 വരെയുള്ള നമ്മളുടെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ ക്വസ്റ്റ്യൻ നമ്പർ 1 to 4 എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു റേഞ്ചിലാണ് സാധാരണ എസ്എ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ദെൻ ഷോർട്ട് നോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഒരു ഷോർട്ട് നോട്ടിന് 5 മാർക്ക് എന്ന രീതിയിലാണ് സാധാരണ മാർക്ക് കൊടുത്ത് കാണാറുള്ളത്. ഷോർട്ട് നോട്ട്സ് ആണെങ്കിൽ ഒരു 60 to 90 വേർഡ്സിനുള്ളിൽ നമ്മുടെ ആൻസേഴ്സ് കൺക്ലൂഡ് ചെയ്താൽ മതി. അതിനകത്തൊരു ഡെഫിനിഷനും 2-3 കീ പോയിന്റ്സും പിന്നെ അതേപോലെ തന്നെ ഫോർമുലാസ് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഇതൊക്കെ കൊടുത്ത് വേണം നമ്മുടെ ഒരു ഷോർട്ട് നോട്ട്സ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ. അത് സാധാരണ സെക്ഷൻ എയിലാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് നോട്ട്സ് വന്ന് കാണുന്നത്. 5 മാർക്ക് വെച്ചെന്ന രീതിയിൽ സെക്ഷൻ എയുടെ ഭാഗത്താണ് സാധാരണ ഈ ഒരു ഷോർട്ട് നോട്ട്സ് കാണുന്നത്. ദെൻ അതർ തിയറി ക്വസ്റ്റ്യൻസ്, അതായത് ഇതൊന്നും അല്ലാത്ത കുറച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് 10 to 20 മാർക്സിനായിരിക്കും സാധാരണ വരുന്നത്. 120 to 180 വേർഡ്സ് ആണ് സാധാരണ അതിനകത്ത് വരുന്നത്. ബുള്ളറ്റ് സ്ട്രക്ചറിലൊക്കെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടി വരും. എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കേണ്ട കേസാണ്. എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് ഒരു 120 to 180 എന്ന മാർക്സ് എന്ന വേർഡ്സ് എന്ന രീതിയിൽ നമ്മുടെ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ നോക്കുക. ഇത് ഇപ്പം നമുക്ക് മിക്സഡ് ആയിട്ട് അവിടെ ഇവിടെ എല്ലാം എന്താ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, തിയറി ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. പിന്നെ നമുക്ക് വരുന്ന ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ആണ്. കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, MCQs. ഇത് സാധാരണ നമ്മളുടെ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പറിൽ കാണുന്ന ഒരു ടൈപ്പ് അല്ല. ഇതുവരെ നമ്മൾ കാണാത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കേസ് സ്റ്റഡി അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ടൈപ്സ് ഒക്കെ നോർമലി നമ്മൾ ക്വസ്റ്റ്യൻസിനകത്തൊക്കെ കാണാറുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് ആൻസേഴ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നല്ല രീതിയിൽ പ്ലാൻ ചെയ്താണ് നിങ്ങൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനും പ്രസന്റ് ചെയ്യാനും ശ്രദ്ധിക്കുക. ദെൻ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആണെങ്കിൽ 15 to 20 മാർക്സിനാണ്. നമ്മൾ അതനുസരിച്ച് നമ്മുടെ ആ ഒരു
മൾട്ടിപ്പിൾ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ആ സ്റ്റെപ്പിനൊക്കെ മാർക്ക് കാണും. അപ്പൊ അത് നീറ്റായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്കുക. വില പെർഫോമിങ് കാര്യങ്ങളും ഒക്കെ ഉള്ള അക്കൗണ്ട്സ് പ്രോബ്ലംസ് ആണെങ്കിൽ ആ പെർഫോമിംഗ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. നീറ്റായിട്ട് ബോക്സ് ഒക്കെ വരച്ചിട്ട് നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. അപ്പം എല്ലാം നമ്മൾ എഴുതി വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ കൂട്ടിയതിലെ വന്ന ഒരു മിസ്റ്റേക്ക് മാത്രമാണ്, ബാക്കി എഴുതി സ്റ്റെപ്പും കാര്യങ്ങളും കാൽക്കുലേഷൻസ് എല്ലാം ബാക്കിയെല്ലാം ശരിയാണ്, ലാസ്റ്റ് ആൻസർ മാത്രമാണ് തെറ്റിയെങ്കിൽ അതനുസരിച്ച് ബാക്കി ആ സ്റ്റെപ്പിനും ഫോർമാറ്റിനും പെർഫോമിക്കും എല്ലാം നല്ല രീതിയിൽ ഹെഡിങ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മാർക്ക് അതിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഏറ്റവും നല്ല നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ ടൈപ്പ് കുറച്ച് മുമ്പേ പറഞ്ഞ പോലെ 10 to 20 മാർക്സിനാണ്. അതിന് അതിൻ്റെതായ രീതിയിലൊരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ, നല്ലൊരു ഡെഫിനേഷനും കാര്യങ്ങളും കൊടുത്ത് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് അതിനകത്ത് ചോദിച്ചിരിക്കുന്ന എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും കറക്റ്റായിട്ട് കൊടുക്കുക. ദെൻ ഡിഫറൻഷിയേഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്ത് അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഒരു എക്സാമ്പിളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ എസ്സേസ് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. ഷോർട്ട് നോട്ട്സ് സാധാരണ 5 മാർക്ക് എന്ന രീതിയിലാണ് വരുന്നത്. നമുക്ക് പക്ക അതെന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രീഫായിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആൻസർ ആയിരിക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് ആ രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ വരുന്ന തിയറി ക്വസ്റ്റ്യൻസ്, അത് 10 to 20 മാർക്സിന് സാധാരണ ചോദിക്കുന്ന പോലെ ഒരു ചെറിയൊരു എസ്സേ എന്ന രീതിയിലാണ് വരുന്നത്. അപ്പം അതിന്റെ മാർക്ക് അനുസരിച്ച് വേണം നമ്മളത് പ്രസന്റ് ചെയ്യാൻ. 10 ആണോ 20 ആണോ 15 ആണോ എന്ന രീതിയിൽ അതിന്റെ വേർഡ്സിന്റെ എണ്ണം നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ വേണം. ദെൻ നമുക്ക് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഇത് നോക്കാം. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഈ ഒരു ജൂൺ 25 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ബേസിക് കൺസെപ്റ്റിൽ നിന്നും 11.4% മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 മെറ്റീരിയൽസ് ആൻഡ് ലേബറിൽ നിന്നും 40.1% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, ആവറേജ് മാർക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 3 ഓവർ ഹെഡ്സിൽ നിന്നും 26.7% മാർക്സിന്റെയും ബ്ലോക്ക് 4 മെത്തേഡ്സ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് 21.8% മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആണ്. ഇത് മസ്റ്റായിട്ട് കവർ ചെയ്ത് പോകുക. തുടർച്ചയായിട്ട് ഇത്രയും വർഷവും ചോദിച്ചു കാണണമെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ടുള്ള എക്സാമിനും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലോക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ആ ഒരു ബ്ലോക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകാൻ മെയിനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ പാറ്റേൺസ് ഹൈലൈറ്റ്സ്, അതായത് നമുക്ക് നോക്കാൻ പറ്റുന്ന, നമുക്ക് നോർമലി കണ്ടുവരുന്ന ഒരു പാറ്റേൺ സ്ട്രക്ചർ, അതായത് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ സ്ട്രക്ചർ ആണ് ഇതിനകത്ത് കൂടുതലായിട്ട് പറയുന്നത്. മെയിനായിട്ട് നമുക്ക് കമ്പ്യൂട്ടേഷണൽ ഡൊമൈൻസ്, അതായത് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലേ, ഓഫ് കോഴ്സ് എന്തായിരിക്കും പ്രോബ്ലം ക്വസ്റ്റ്യൻസിന് കൂടുതൽ ചാൻസ് കൂടുതൽ അല്ലേ. അപ്പം സെക്ഷൻ ബിയിൽ കൂടുതലും നമ്മൾ പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ കണ്ടുവരുന്നത്. അപ്പൊ അതിനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ ചാൻസ് കൂടുതലുണ്ട്. അപ്പൊ അങ്ങനത്തെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മൾ കൂടുതലും പഠിച്ചു തന്നെ കഴിവതും പോകാൻ ശ്രദ്ധിക്കുക. ദെൻ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത് സാധാരണ 5 മാർക്ക് എന്ന രീതിയിൽ ചോദിച്ചു കാണുന്നുണ്ട്. സെക്ഷൻ എയിൽ കൂടുതലും വരുന്നത് ഈ ഒരു ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. അത് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുക. അതായത് നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത്. 5 മാർക്കിന്റെ ഇല്ല, അപ്പൊ വലിച്ചുവാരി ഒത്തിരി വേണ്ട. മെയിനായിട്ട് അവിടെ വേണ്ടുന്നത് അതിന്റെ പ്രോംപ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസേഴ്സ് ആണ് അവർക്ക് വേണ്ടുന്നത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഷോർട്ട് നോട്ട്സ്. അത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ദെൻ വരുന്നത് ഓവർ ഹെഡ്സ് ആൻഡ് മെറ്റീരിയൽ സ്റ്റേ ഹോട്ട് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഹെഡ്സ് എന്താണ്, നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ഓവർ ഹെഡ്സ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഞാൻ മുമ്പേ പറയാം, ടോപ്പ് 3 നമ്മൾ പറഞ്ഞതാണ്. അതിൽ നിന്നൊക്കെ കുറെ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ് പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ചില കമ്പ്യൂട്ടേഷൻസ് വരും, ചില കുഞ്ഞു കുഞ്ഞു ചെറിയ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ലിഫോ ലിഫോ അതൊക്കെ വരുമ്പോൾ കുറച്ച് ഫോർമാറ്റ്സും കാര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം ഒന്ന് കവറപ്പ് ചെയ്ത് തന്നെ നിങ്ങൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. എക്സാംസ് പ്രസന്റ് ചെയ്യും എന്ന രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാവേ. ദെൻ നമ്മളുടെ എക്സാമിന്റെ പ്രിപ്പറേഷൻ, ഇതിപ്പോ എന്ത് പഠിക്കണം എന്ത് പേടിക്കണം എന്ന് വെച്ചാൽ കുറെ പ്രോപ്പേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അല്ല എങ്ങനെയാണ് പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മളുടെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസിന് 115 തൊട്ട് അല്ലെങ്കിൽ 120 മിനിറ്റ്സ് വരെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി നമ്മൾ സാധാരണ കൊടുക്കുക. അതായത് 60-65 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരിക്കും.
അപ്പൊ അതിന് നമ്മൾ ഒരു 115 തൊട്ട് 120 മിനിറ്റ്സ് വരെ അതിനുള്ള ടൈം കൊടുക്കുക. ദെൻ എന്താണ്, സോൾവ് 3 ബിഗ് പ്രോബ്ലംസ് ഫസ്റ്റ്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റെപ്സും കാര്യങ്ങളും സൊല്യൂഷൻസും ഒക്കെ വേണ്ടുന്ന, അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് സമയം എടുക്കണം എന്ന് തോന്നുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന് നമ്മൾ കഴിവതും ഫസ്റ്റിൽ ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ 35 തൊട്ട് 40 മിനിറ്റ്സ് വരെ ഓരോന്നിനും, അതായത് ഒരു പ്രോബ്ലം ചെയ്യാൻ ഒരു 35-40 മിനിറ്റിന് കൂടുതൽ നമ്മൾ എടുക്കരുത്. അതെടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ചാൻസാ കുറയുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ടൈം അറേഞ്ച് ചെയ്ത് അത് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ദെൻ 45-50 മിനിറ്റ്സ് നമ്മൾ ലോങ് എസ്സേസ്, അതായത് ലോങ് തിയറി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എസ്സേസ് എഴുതാൻ വേണ്ടി യൂസ് ചെയ്യുക. 25-30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് നോർമലി വരുന്നത്. അതൊരു ഹെഡിങ്സും ഒരു 45 പോയിന്റ്സും ഒരു ചെറിയ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ പ്രസന്റ് ചെയ്യുക. ദെൻ 20-25 മിനിറ്റ്സ് നമ്മൾ ഷോർട്ട് നോട്ട്സ്, അതായത് നമ്മൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഇല്ല, അത് 10-15 മാർക്സിന് നോർമലി ചോദിക്കുന്നത്, അത് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുക. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനകത്തൊരു ഡെഫിനിഷൻ, 2 ബുള്ളറ്റ് പോയിന്റ്സ്, ഫോർമുലാസ്, ഈ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷോർട്ട് നോട്ട്സ് കൺക്ലൂഡ് ചെയ്യും. ദെൻ ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് ഇതെല്ലാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി, അതായത് ഞാൻ പ്രോബ്ലം കറക്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടോ, എല്ലാ ക്വസ്റ്റ്യൻസ് ഇപ്പൊ 5 ആൻസർ ചെയ്യണമെങ്കിൽ 5 ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും ഞാൻ വിട്ടുപോയതുണ്ടോ, ഞാൻ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ പോയതോ, എന്തെങ്കിലും കറക്ഷൻസോ, എന്തെങ്കിലും പോയിന്റ്സോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈമായിട്ട് ലാസ്റ്റ് 10 മിനിറ്റ്സ് എടുക്കും. അപ്പൊ ഇങ്ങനെ പക്കാ രീതിയിൽ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂടുതൽ സ്കോർ ചെയ്യാനും കൂടുതൽ നല്ല രീതിയിൽ നമ്മളുടെ പേപ്പർ പ്രസന്റ് ചെയ്യാനും നല്ല രീതിയിൽ നമ്മുടെ ഒരു ഇൻവിജിലേറ്ററിന് ഒരു മതിപ്പ് തോന്നുന്ന രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് പ്രസന്റ് ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നോക്കാൻ, അതായത് റെക്കറിങ് ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, പരീക്ഷ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണ്, അത് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് എ ഫാക്ടറി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എ ആൻഡ് ബി ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് എക്സ് ആൻഡ് വൈ. അപ്പോർഷൻ റീഅപ്പോർഷൻ ഓവർഹെഡ്സ്, പ്രിപ്പയർ ഡിസ്ട്രിബ്യൂഷൻ സമ്മറി. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന എക്സാമ്പിൾ എന്ന രീതിയിലുള്ള കുറച്ചൊരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിന്റെ അപ്പോർഷനും റീഅപ്പോർഷനും ഓവർഹെഡ്സും കാര്യങ്ങളൊക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യണം. ഇതൊരു 4 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സെയിം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് കവർ ചെയ്യുക അല്ലെങ്കിൽ നോക്കിയിട്ട് പോവുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ കോൺട്രാക്ട് അക്കൗണ്ട് ഫോർ ദ ഇയർ ആൻഡ് ദ കോൺട്രാക്ട് ഈസ് അക്കൗണ്ട്, ഷോ പ്രോഫിറ്റ് ഏർണിംഗ്, WIP പ്രസന്റേഷൻ എന്ന് നമുക്ക് 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് സർവീസ് ആൻഡ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ്. അത് നമുക്ക് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് പെർ പാസഞ്ചർ കിലോമീറ്റർ അല്ലെങ്കിൽ 10 പെർ കിലോമീറ്റർ എന്ന രീതിയിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോർഷൻ ആണ്. അത് 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. നിങ്ങൾ ഇഗ്നോൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോൾ ജോയിൻ ചെയ്തൊരു ഡിഗ്രിയോ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാവും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്ത നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടുക. ദെൻ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 4, അതായത് കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് ഗിവൺ സ്റ്റാൻഡിംഗ് ചാർജസ്, പവർ, ഡിപ്രീസിയേഷൻ, യൂസേജ് എല്ലാം നമുക്കൊരു കുറച്ച് കാൽക്കുലേഷൻസ്, ന്യൂമറിക്കൽ വാല്യൂസ് ഒക്കെ തരും. അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 2 പ്രാവശ്യം ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. റെക്കറിങ് നേച്ചർ കാണിക്കുന്നുണ്ട്. പ്രിപ്പയർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് ആണ്. അതായത് പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ X or Y എന്ന രീതിയിൽ നമുക്ക് പ്രോസസ്സുകൾ തരും, അതിന്റെ ഡീറ്റെയിൽസ് തരും. ഷോയിങ് അബ്നോർമൽ ലോസ് വെയർ ആപ്ലിക്കബിൾ, അതായത് അബ്നോർമൽ ലോസ് ഉണ്ടെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് പ്രസന്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ അക്കൗണ്ട്സ് കാര്യങ്ങൾ പ്രോസസ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഇത് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. 6th ടോപ്പിക് എന്ന് പറയുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്, അതായത് ABC അല്ലെങ്കിൽ ഫിഫോ, ലിഫോ, ഹൽസെ, റോവൻ അങ്ങനെ എന്തെങ്കിലും, ഫോർ എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് ടേംസ് തന്നിട്ട് അതിന്റെ ഷോർട്ട് നോട്ട്സ്, ഏതെങ്കിലും 4 ഷോർട്ട് നോട്ട്സ് എഴുതുക എന്ന രീതിയിൽ കുറച്ച് ഓപ്ഷൻസ് തരും. ഇത് 2 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്.
ദെൻ നെക്സ്റ്റ് വരുന്നത് ഇൻവെന്ററി കൺട്രോൾ, അതായത് ഇഒക്യു അല്ലെങ്കിൽ റീ ഓർഡർ, മിനിമം സ്റ്റോക്ക് ലെവൽ, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് അതിനകത്ത് കമ്പ്യൂട്ടേഷൻസും എക്സ്പ്ലനേഷനും എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് വരാറുണ്ട്. അത് 2 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. ദെൻ 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്വലന്റ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് കോസ്റ്റ് ഫ്രം WIP ഡാറ്റ, യൂണിറ്റ്സ്, പെർസെൻറ്റേജ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന രീതിയിലൊക്കെ അത് ഒരു പ്രാവശ്യം ആ ഒരു ക്വസ്റ്റ്യൻ വന്ന് കാണുന്നുണ്ട്. ദെൻ നമ്മുടെ ഒരു ഫ്രീക്വൻസി ലെവൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ടേബിൾ നോക്കും. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, എ ഫാക്ടറി ഹാസ് 2 പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് എ ആൻഡ് ബി ആൻഡ് 2 സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് ആൻഡ് വൈ. ഇത് ഏത് ബ്ലോക്കിലെ അല്ലെങ്കിൽ ഏത് യൂണിറ്റിലെ ആണെന്നും കൂടെ പറയാം. നിങ്ങൾക്ക് ഇപ്പം വെറുതെ ടോപ്പിക്ക് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ നിങ്ങൾക്ക് തപ്പാനൊന്നും ഇതായിരിക്കുമല്ലോ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബ്ലോക്ക് 3യിലെ ഓവർ ഹെഡ്സിന്റെ പോർഷനിൽ നിന്നായിരുന്നു. യൂണിറ്റ് 8 ആണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർ ഹെഡ്സിന്റെ പോർഷൻ ആണ്. 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. ആവറേജ് 20 മാർക്സ് ആണ് അതിന് വന്നിട്ടുള്ളത്. Then next topic that the contract was completed on 31st December 2023 and the contract price was duly received. Prepare contract account and contractees account. അത് ചോദിച്ചിട്ടുള്ളത് 20 മാർക്ക് എന്ന രീതിയിലാണ് നോർമലി ചോദിക്കുന്നത്. ബ്ലോക്ക് 4ലെ ടോപ്പിക് ആണ് ഇത് വരുന്നത്. ഇത് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിലെ യൂണിറ്റ് 14, അതായത് കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ പോർഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 3 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 140 മാർക്സിന് ആവറേജ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ വന്നിരിക്കുന്നത് Anand Transport Company supplies the following details of a truck of 5 tons capacity. അതായത് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ബ്ലോക്ക് 4ലെ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗിന്റെ പോർഷനിൽ നിന്നാണ്. യൂണിറ്റ് 18ലെ ടോപ്പിക്കാണ് ഈ ഒരു സർവീസ് കോസ്റ്റിംഗിന്റെ, അതായത് ട്രാൻസ്പോർട്ട് കമ്പനിയെ സംബന്ധിച്ചല്ലേ. അപ്പൊ അതെന്തായിരിക്കും, സർവീസ് കോസ്റ്റിംഗിന്റെ അണ്ടറിലാണ് വരുന്നത്. 3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ മാർക്സ് ആണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഈച്ച് മെഷീൻസ് കൺസ്യൂം 10 units of power per hour. Supervisor and attendant spend equal time on each machine. Calculate machine hour rate per machine. ബ്ലോക്ക് 3ലെ ഓവർ ഹെഡ്സിന്റെ പോർഷനിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. യൂണിറ്റ് 10 മെഷീൻ അവർ റേറ്റിന്റെ ടോപ്പിക് ആണ് ഇതിൽ ഇൻക്ലൂഡ് ആയേക്കുന്നത്. 2 പ്രാവശ്യം അപ്പിയർ ചെയ്ത ഒരു ടോപ്പിക് ആണ്. അതിന് 20 മാർക്കാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്സ് ആൻഡ് ഷോ ദ പോർഷൻ ഓഫ് ജോയിന്റ് എക്സ്പെൻസ് ആണ്. അത് ബ്ലോക്ക് 4ലെ ടോപ്പിക് ആണ്. യൂണിറ്റ് 15 പ്രോസസ് കോസ്റ്റിംഗിന്റെ പോർഷനിൽ നിന്ന് 2 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്സ് ആണ് ആവറേജ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. അത് ഏത് ക്വസ്റ്റ്യൻസ് തന്നെ അതല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും സാധാരണ ഷോർട്ട് നോട്ട്സിന്റെ ഇതിനകത്ത് ചോദിക്കാൻ ചാൻസ് ആണ്. മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. അത് നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് വേരി ചെയ്ത് നോർമലി 2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. 20 മാർക്സ് ആണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ വരുന്നത് കാൽക്കുലേറ്റ് ദ മിനിമം സ്റ്റോക്ക് ലെവൽ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. ബ്ലോക്ക് 2ലെ മെറ്റീരിയൽ ആൻഡ് ലേബറിന്റെ പോർഷനിൽ നിന്നാണ്. യൂണിറ്റ് 4 ഇൻവെന്ററി കൺട്രോളിന്റെ ടോപ്പിക്കിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നു. ദെൻ വരുന്നത് പ്രിപ്പയർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇക്വലന്റ് പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷൻ ഫ്രം ദ ഫോളോയിങ് ഡേറ്റ. കുറച്ച് ന്യൂമറിക്കൽ ഡേറ്റാസ് വന്നിട്ട് അതിൽ നിന്ന് സബായിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ. ബ്ലോക്ക് 4ലെ യൂണിറ്റ് കോസ്റ്റിംഗിന്റെ പോർഷൻ ആണ്. അതായത് യൂണിറ്റ് 12ലെ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് ടോപ്പിക്ക് വരുന്നത്. ഇത് 1 പ്രാവശ്യം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കാണുന്നു. ഇപ്പൊ ഇതിനകത്ത് നോർമലി വന്നിരിക്കുന്ന ഒരു പോർഷൻസും ആവറേജും ഒക്കെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ നമ്മുടെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ തന്നെയാണ് അതിന്റെ റിപ്പീറ്റഡ് നമ്പേഴ്സും ആ ഒരു ആവറേജ് മാർക്കും ഒക്കെ നമ്മൾ നോക്കിയിരിക്കുന്നത്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്ത് പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഓരോന്നും നോക്കിക്കഴിഞ്ഞാല് ഒഫീഷ്യലി, അതായത് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8 കോൺട്രാക്ടിന്റെ പോർഷൻ, ബ്ലോക്ക് 4ലെ യൂണിറ്റ് 14 MHR, പിന്നെ അതേപോലെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 10 പ്രോസസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രോസസ് മെത്തേഡ് എന്ന രീതിയിലും, ദെൻ ബ്ലോക്ക് 4ലെ യൂണിറ്റ് 15 EOQ അല്ലെങ്കിൽ സ്റ്റോക്ക് ലെവൽസ്, ബ്ലോക്ക് 2ലെ യൂണിറ്റ് 4 സർവീസ് കോസ്റ്റിംഗ്, ബ്ലോക്ക് 4ലെ യൂണിറ്റ് 18 ഇക്വലന്റ് പ്രൊഡക്ഷൻ, ബ്ലോക്ക് 4ലെ യൂണിറ്റ് 17. ഇത് ഇത്രയുമാണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് പോർഷൻസ് അല്ലെങ്കിൽ റെക്കറിംഗ് നേച്ചർ ഉള്ള പോർഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് സെയിം തന്നെ നമുക്കൊരു പൈ ചാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ഇനി മുന്നോട്ട് ഇപ്പം മുന്നോട്ട് നെക്സ്റ്റ് നമ്മുടെ എക്സാം അല്ലേ, ഒരു ദിവസം നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് നമ്മൾ ഇനി ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞാൽ,
കൂടുതലും നമുക്ക് എന്താണ് ചില കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അതായത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്നതിൽ അല്ലെങ്കിൽ റിപ്പീറ്റഡ് വരുന്ന ടോപ്പിക്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് അത് കവറപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിൽ ഒരിക്കലും വിട്ടുപോകരുത്. അതായത് എന്താണ് ഏതാണെന്ന് നമ്മളൊരു ടെൻഷൻ അടിക്കാതെ മസ്റ്റായിട്ട് കവർ ചെയ്ത് ആ ഒരു പോർഷൻസ് പോകുക. അതേപോലെ തന്നെ അതിനകത്ത് കുറച്ച് അതായത് നമ്മുടെ ഓവർ ഹെഡ്സിന്റെ പോർഷൻ ആയിരിക്കും, അല്ലെങ്കിൽ കോൺട്രാക്ട് അക്കൗണ്ട്, അല്ലെങ്കിൽ മെഷീൻ അവർ റേറ്റ്, ഷെഡ്യൂൾസ്, പ്രോസസ് കോസ്റ്റ്, ഇതൊക്കെ എന്താണ് മസ്റ്റായിട്ട് കവർ ചെയ്ത് ഒരു പെട്ടെന്ന് ഒരു ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാക്കിയതിനെ ഒരു ജസ്റ്റ് ഒരു 12 to 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു പിക്ചർ കിട്ടുന്ന രീതിയിൽ ഇത് എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നമ്മൾ ഒന്ന് പെട്ടെന്നൊന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. കാരണം ഇതെന്താണെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള പോർഷൻസ്. അപ്പൊ അതിനെ മസ്റ്റായിട്ട് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. ദെൻ 2 times റൺസ് മിനിമം, അതായത് നമ്മളൊരു ഈ പോർഷൻസ് എല്ലാം എന്താണ് നമുക്ക് ആദ്യം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഈ പോർഷൻസ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. കാരണം അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ഒന്നൊന്ന് ഓടിച്ചിട്ട് ഒന്ന് റിവൈസ് ചെയ്തല്ല ഇത് ഇന്നതല്ല ഇത് ഇന്ന പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഓടിച്ചിട്ടാണെങ്കിലും ഒന്ന് എല്ലാ പോർഷൻസും കവർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ദെൻ വരുന്നത് മാർക്ക് സ്മാർട്ട് സ്ക്രീൻസിങ് ആണ്. അതായത് നമ്മളുടെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ, അല്ലെങ്കിൽ നമ്മളിത് പറയുമല്ലോ, അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എങ്ങനെ നിർത്തണം, അല്ലെങ്കിൽ എത്ര സമയം, അല്ലെങ്കിൽ എങ്ങനെ ഒരു ഫോർമാറ്റ്, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്താൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഒന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഒന്ന് ഔട്ട്ലൈൻ ഇട്ട് എഴുതി നോക്കുക എന്ന് പറയുമ്പോൾ A to Z ഫുൾ അതേ ആൻസർ അങ്ങനെ എഴുതാനല്ല, ഒരു ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ എന്തെങ്കിലും ഒന്ന് എഴുതി ഒന്നാക്കി എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ നമ്മുടെ മനസ്സിൽ ആക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്ക് ചില ഷോർട്ട് നോട്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആയിരിക്കാം, അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്താൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കും. അതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത്. ദെൻ വരുന്നത് പറയുന്നത് ടോപ്പിക് പ്രോബിലിറ്റി അല്ലെങ്കിൽ പ്രഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് നമ്മൾ ഇത്രയും നടത്തിയ ഒരു അനാലിസിസിന്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയുടെ ബേസിസിൽ ഈ കമ്മിങ് എക്സാം, അതായത് December 25 എക്സാമിന് നമുക്ക് ഈ ഒരു നമ്മുടെ സബ്ജക്റ്റിൽ നിന്നിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പോർഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വരാൻ ചാൻസ് കൂടുതലുള്ള ടോപ്പിക് ഏതൊക്കെയാണ്, അതായത് ഇത്രയും നാളും വന്നതിന്റെ ബേസിസിൽ ഇനി ഈ ഒരു പോർഷനിൽ നിന്ന് വരാൻ ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ കൂടുതൽ ഹൈ കാറ്റഗറി അല്ലെങ്കിൽ ലോ കാറ്റഗറി ആണ് പറയാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ യൂണിറ്റ്സ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഇപ്പൊ എവിഡൻസ്, അതായത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിന്റെ ബേസിലായിരിക്കും നമ്മൾ ഈ ഒരു ഹൈയും ലോയും മീഡിയം ഒക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക് കൺസെപ്റ്റിലെ യൂണിറ്റ് 1 അല്ലെങ്കിൽ 2 നിന്ന് ബേസിക്സിന്റെ പോർഷൻ, അവിടെ നീഡ്, ഡെഫിനിഷൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ക്ലാസിഫിക്കേഷൻസ്, ഇതൊക്കെ ഒരു 4 പ്രാവശ്യം അപ്പിയർ ചെയ്ത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വരാനുള്ള ചാൻസ് 66.7% ആയിട്ട് പറയാൻ പറ്റും. മീഡിയം കാറ്റഗറിയാണ്. ബ്ലോക്ക് 2, അതായത് മെറ്റീരിയൽസ് ആൻഡ് ലേബറിന്റെ പോർഷനിൽ നിന്ന് 5th യൂണിറ്റിൽ, അതായത് പ്രൈസിങ് ദ ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫിഫോ അല്ലെങ്കിൽ ലിഫോ മെത്തേഡ്സും കാര്യങ്ങളും ഉണ്ട്. അതിനകത്ത് സ്റ്റോർസ് അല്ലെങ്കിൽ ലെഡ്ജേഴ്സ്, പ്രൈസിങ് ഇഷ്യൂസ്, അങ്ങനെ കുറച്ച് പോർഷൻസ് ഉണ്ട്. അത് നമുക്ക് ഒരു 5 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അങ്ങനെ 83.3% പ്രോബബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഹൈ കാറ്റഗറി ആയിട്ട് പറയാം. ദെൻ ബ്ലോക്ക് 2 മെറ്റീരിയൽസ് ആൻഡ് ലേബറിന്റെ പോർഷൻ തന്നെ യൂണിറ്റ് 4, അതായത് ഇൻവെന്ററി കൺട്രോൾ ആണ് വരുന്നത്. അതിലെ EOQ, സ്റ്റോക്ക് ലെവൽസ് അല്ലെങ്കിൽ ABC, ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എല്ലാം തന്നെ നമുക്കൊരു 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. അതിനൊരു 66.7 പ്രോബബിലിറ്റി ഉള്ള ടോപ്പിക്കായിട്ട് ഈ ഒരു യൂണിറ്റ് 4 പറയാൻ പറ്റും. മീഡിയം കാറ്റഗറിയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 6 അല്ലെങ്കിൽ യൂണിറ്റ് 7 രണ്ടും നമുക്ക് ഒരു ടൈം കീപ്പിംഗ് അല്ലെങ്കിൽ ടൈം ബുക്കിംഗ് എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് 2 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. 33.3% ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ലോ കാറ്റഗറിയാണ്. ബ്ലോക്ക് 3 ഓവർ ഹെഡ്സിന്റെ പോർഷനിൽ നിന്ന് യൂണിറ്റ് 8 ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അപ്പോർച്ച്മെന്റ് അല്ലെങ്കിൽ റീ അപ്പോർച്ച്മെന്റ് എന്ന് പറയുന്ന പോർഷൻസിൽ 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. 50% പ്രോബബിലിറ്റി ആണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ മീഡിയം കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും ആ ഒരു ടോപ്പിക്ക്. യൂണിറ്റ് 10 മെഷീൻ അവർ റേറ്റ്, കമ്പ്യൂട്ട് മെഷീൻ അവർ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുണ്ട്. അതിലെ സ്റ്റാൻഡിങ് ചാർജസ്, പവർ, ഡിപ്രീസിയേഷൻ, ഇതെല്ലാം അതൊരു 3 പ്രാവശ്യം ചോദിച്ച് കാണുന്നുണ്ട്. 50% ആണ് പ്രോബബിലിറ്റി വരുന്നത്. മീഡിയം കാറ്റഗറിയാണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14, അതായത് കോൺട്രാക്ട് കോസ്റ്റിംഗിന്റെ പോർഷൻ
കോൺട്രാക്ട് ആൻഡ് കോൺട്രാക്ടി അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. അത് 50% പ്രോബിലിറ്റി ഉണ്ട്, മീഡിയം കാറ്റഗറി ആണ്. സെയിം ബ്ലോക്കിലെ തന്നെ യൂണിറ്റ് 15, അതായത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രോസസ് കോസ്റ്റ് അല്ലെങ്കിൽ അതിനകത്ത് നോർമലോ അബ്നോർമൽ ലോസസോ എല്ലാം വരുന്ന പോർഷൻസ് നമുക്ക് 3 പ്രാവശ്യം ചോദിച്ചു കാണുന്നുണ്ട്. 50% പ്രോബിലിറ്റി ആണ്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ സെയിം ബ്ലോക്കിൽ തന്നെ യൂണിറ്റ് 18 സർവീസ് കോസ്റ്റിംഗിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കോസ്റ്റ് പെർ കിലോമീറ്റർ അല്ലെങ്കിൽ പാസഞ്ചർ എന്ന് പറയുന്ന പോർഷൻസിൽ നിന്നൊക്കെ 3 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. 50% പ്രോബബിലിറ്റി ആണുള്ളത്, മീഡിയം കാറ്റഗറി ആണ്. ദെൻ യൂണിറ്റ് 19 റിക്കൺസിലേഷന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ റിക്കൺസിൽ കോസ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിന്റെ ടോപ്പിക്കിൽ നിന്നും 2 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. 33.3% ആണ് പ്രോബബിലിറ്റി വരുന്നത്. ലോ കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. സെയിം ബ്ലോക്കിലെ തന്നെ ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 16, അതായത് ജോയിന്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റിന്റെ പോർഷനിൽ നിന്ന് അപ്പോർഷൻ ജോയിന്റ് കോസ്റ്റ് അല്ലെങ്കിൽ ബൈ പ്രോഡക്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന 2 പ്രാവശ്യമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. സെയിം 33.3% ആണ് വരുന്നത്. ലോ കാറ്റഗറി ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 12, അതായത് കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റും അതേപോലെ തന്നെ യൂണിറ്റ് 17 ഇക്വലന്റ് പ്രൊഡക്ഷൻ ആൻഡ് വാലുവേഷന്റെ പോർഷനിൽ നിന്നും ഓരോ പ്രാവശ്യം വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണുന്നുണ്ട്. രണ്ടും നമുക്ക് 16.7% ആണ് പ്രോബബിലിറ്റി വരുന്നത്. ലോ കാറ്റഗറിയിൽ പറയാൻ പറ്റും. ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റുക നമ്മുടെ ബ്ലോക്ക് 2, അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഉണ്ടല്ലോ, നമുക്ക് പ്രൈസിംഗ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, അതായത് ലിഫോ മെത്തേഡ്, ഫിഫോ മെത്തേഡ് ഒക്കെ, അതാണ് ഏറ്റവും ഹൈ ആയിട്ട് കാറ്റഗറൈസ്ഡ് അല്ലെങ്കിൽ ഏറ്റവും ഹൈ എന്താണ് പ്രോബബിലിറ്റി കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. ലിഫോ, ഫിഫോ മെത്തേഡ്, സ്റ്റോർസ് ലെഡ്ജർ എന്നൊക്കെ പറയുന്ന പ്രൈസിംഗ് ഇഷ്യൂസ്, ഇതൊക്കെ. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 4, അതായത് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ്, ഇത് EOQ, സ്റ്റോക്ക് ലെവൽസ്, ABC, ഇൻവെന്ററി ടേൺ ഓവർ, ഇതാണ് 66.7% ഉള്ള അടുത്ത സെക്കൻഡ് ലെവൽ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏറ്റവും ടോപ്പിൽ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് 5, ദെൻ വരുന്നത് യൂണിറ്റ് 4 എന്ന രീതിയിൽ. ദെൻ അതിന്റെ തൊട്ടായി നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ബ്ലോക്ക് 3 യൂണിറ്റ് 8 ഓവർ ഹെഡ്സിന്റെ പോർഷൻ ആണ്. 50% ഉണ്ട് പ്രോബിലിറ്റി. ദെൻ അതിന്റെ തൊട്ട് താഴെ വരുന്നത് യൂണിറ്റ് 10 മെഷീൻ അവർ റേറ്റ് ആണ്. 50% ഉള്ളൂ. അതേപോലെ തന്നെ 50% ഉള്ളതാണ് യൂണിറ്റ് 10 മെഷീൻ അവർ റേറ്റും, യൂണിറ്റ് 14 കോൺട്രാക്ട് കോസ്റ്റിംഗ്, യൂണിറ്റ് 15 പ്രോസസ് കോസ്റ്റിംഗ്, യൂണിറ്റ് 18 സർവീസ് കോസ്റ്റിംഗ്. ഇതെല്ലാം തന്നെ എന്താണ് 50% പ്രോബിലിറ്റി, അതായത് വരാതിരിക്കാം എന്ന രീതിയിലുള്ള ചാൻസ് ആണ്. അതേപോലെ തന്നെ മീഡിയം കാറ്റഗറിയാണ് നമുക്ക് അതിന്റെ റിലവൻസ് പറയാൻ പറ്റുന്നത്. ദെൻ നമുക്ക് ലോ കാറ്റഗറിയിൽ പറയാൻ പറ്റുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് 19 റിക്കൺസിലേഷൻ, യൂണിറ്റ് 16 ജോയിന്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ്, യൂണിറ്റ് 12 കോസ്റ്റ് ഷീറ്റ്, യൂണിറ്റ് 17 ഇക്വലന്റ് പ്രൊഡക്ഷൻ എന്നതാണ് നമുക്ക് ഒരു ലോ ലെവലിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ നമ്മുടെ ഒരു ബേസിക് പോർഷൻസ് ഉണ്ടല്ലോ, അതായത് യൂണിറ്റ് 1 അല്ലെങ്കിൽ യൂണിറ്റ് 2 വരുന്ന നീഡ്സ്, ഡെഫിനിഷൻ, ഡിഫറൻസ്, അതൊക്കെ നമുക്കൊരു മീഡിയം കാറ്റഗറിയിൽ വരുന്ന ഒരു കുറച്ച് പോർഷൻസ് ആണ്. ദെൻ ഇത് കൊടുത്തിരിക്കുന്നത് ഇത് എന്തുകൊണ്ട് നമ്മൾ മീഡിയം, ഹൈ, ലോ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അതിനകത്ത് മെയിനായിട്ട് വരുന്നത് നമുക്ക് എത്ര പ്രാവശ്യം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നു എന്നതിന്റെ ബേസിലാണ് നമ്മൾ ഇതിനെ ഹൈ കാറ്റഗറി, ലോ കാറ്റഗറി എന്ന രീതിയിലൊക്കെ പ്രോബിലിറ്റി പറഞ്ഞത്. അതായത് ഏറ്റവും കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഹൈ എന്നും, ഒരു നോർമൽ വന്നു എന്നാൽ ഒത്തിരി പ്രാവശ്യം സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതിനെ മീഡിയം എന്നും, വളരെ ചുരുക്കം പ്രാവശ്യം മാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതിനെ നമ്മൾ ലോ കാറ്റഗറി എന്ന രീതിയിലാണ് അനലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓവറോൾ നമ്മുടെ സ്റ്റഡിയിൽ നിന്ന് നമുക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കൊടുക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, അതായത് 70% കൂടുതൽ നമുക്ക് ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ 70% കൂടുതൽ നമുക്ക് ഇതുപോലെ പ്രോബബിലിറ്റി കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ, അതായത് ഫിഫോ അല്ലെങ്കിൽ ലിഫോ മെത്തേഡ്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റഡീസിന്റെ ഈ ഒരു സെഷന്റെ ആദ്യം തൊട്ട് അവസാനം വരെയും നമ്മൾ ഈ ഒരു സ്റ്റഡീസ് ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഏത് മാർക്ക് വൈസ് നോക്കിയാലും, പോർഷൻ വൈസ് നോക്കിയാലും, റിപ്പീറ്റേഷൻ നോക്കിയാലും, പ്രോബിലിറ്റി നോക്കിയാലും, എല്ലാത്തിനകത്തും നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടിന്റെ ബേസിസിൽ നമുക്ക് പറയാൻ പറ്റും ഈ പ്രൈസിങ് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു പോർഷനായിട്ട് നമുക്കത് പറയാൻ പറ്റും. അപ്പം ഇത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. ദെൻ മീഡിയം റേഞ്ചിൽ പറയാൻ പറ്റും 40 to 69% വരുന്നത് ഇൻവെന്ററി കൺട്രോൾ, അതായത് EOQ ലെവൽസ്, പിന്നെ ABC ഓവർ ഹെഡ്സ്, കോൺട്രാക്ട്, പ്രോസസ്,
സർവീസ് കോസ്റ്റിംഗ്, ബേസിക്സ്, ഇതൊക്കെ എല്ലാം എന്താണ് ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. പിന്നെ ലോ കാറ്റഗറിയിൽ 40% താഴെ വരുന്നതാണ് നമ്മുടെ റിക്കൺസിലേഷൻ, ജോയിന്റ് പ്രൊഡക്റ്റ്, ബൈ പ്രൊഡക്റ്റ്, കോസ്റ്റ് ഷീറ്റ്, ഇക്വലന്റ് പ്രൊഡക്ഷൻ, ലേബർ ടൈം ഉള്ള പോർഷൻസ്. അപ്പൊ ഇതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ ഹൈ പോർഷൻസ് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് കവർ ചെയ്യുക, മീഡിയംസും കവർ ചെയ്ത് തന്നെ പോകുക. ലോ കാറ്റഗറി എന്ന് പറയുന്നത് അതിൻ്റെതായ രീതിയിൽ. അപ്പൊ ഓരോന്നിന്റെ ആ ഒരു പ്രയോറിറ്റി അനുസരിച്ച് അതിന് പഠിക്കാനുള്ള ടൈമും ഈ ഫോക്കസ് ചെയ്യേണ്ട ടൈമും ഒക്കെ നമ്മൾ വ്യത്യാസപ്പെടുത്തുക. ഇനി നമ്മൾ പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഈ ഒരു അനാലിസിസിന്റെ ഒക്കെ ബേസിസിൽ നമുക്ക് മുന്നോട്ട് ഇനി ഡിസംബറിൽ പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വരുമെന്നൊന്നും അല്ല കേട്ടോ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് പോലെ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് പോലെ നമുക്കുള്ളതാണ്. അതിനകത്ത് നമ്മുടെ സെയിം ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വരുന്നത് തന്നെ ഇതുപോലെ തന്നെ എന്താണ്, മാക്സിമം 100 മാർക്സിനാണ്, 3 hours വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിനകത്ത് ഒരു മോഡൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ്. അതായത് നമുക്ക് ആൻസർ ഇനി അറ്റംപ്റ്റ് ഇനി 5 എന്ന രീതിയിലെന്ന് നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും 5 ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 മാത്രം എഴുതിയാൽ മതി. 5 കൂടുതൽ എഴുതിയെന്ന് പറഞ്ഞുകൊണ്ട് എക്സ്ട്രാ മാർക്കൊന്നും കിട്ടത്തില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 5 നമ്മൾ ആൻസർ ചെയ്യുക. ആ എഴുതുന്ന ആൻസേഴ്സ് ഏറ്റവും നീറ്റായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ നോക്കുക. ദെൻ അതിന് ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത് ഓരോ മാർക്ക്. അപ്പോൾ ഓരോന്നിനും 20 മാർക്ക് വെച്ചാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് മനസ്സിലായി. ദെൻ ഫസ്റ്റ് വൺ നോക്കുക, സെഷൻ എ 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സെഷൻ എക്കകത്ത് വന്നിരിക്കുന്നത്. അറ്റംപ്റ്റ് ഓൾ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിക്കോണം കേട്ടോ. സെഷൻ എയിലെ എല്ലാം നമ്മൾ ആൻസർ ചെയ്തേ പറ്റത്തുള്ളൂ. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 1ന് 10 മാർക്കാണ്. ബിഫോർ ഇംപ്ലിമെന്റിംഗ് എ കോസ്റ്റിംഗ് സിസ്റ്റം ഇൻ എ മീഡിയം സ്കെയിൽ മാനുഫാക്ചറിംഗ് യൂണിറ്റ്, outline the key design decisions. Example, coding, documents, flow, integrations with financial books, overhead collection, observation, internal controls. Then explain how each decision influences accuracy, timeliness, and the cost of operation. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് 10 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 10 മാർക്സിനാണ്, കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈ കോസ്റ്റ് by behavior, variable, fixed, semi-variable, and by function. ഇതിനകത്ത് പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. For each class, provide one managerial use in planning or control and a brief numeric illustration. Then third question വരുന്നത് 20 മാർക്സിനാണ്. ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഇനി 4. കുറെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് ഏതെങ്കിലും 4 മാത്രം ആൻസർ ചെയ്താൽ മതി. 5 മാർക്ക് വെച്ചാണ് അപ്പോൾ ഓരോന്നിനും. പെർപ്പച്വൽ ഇൻവെന്ററി സിസ്റ്റം ചോദിച്ചിട്ടുണ്ട്. ബിയിലെ ഐഡിയൽ സിസ്റ്റം, അതായത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ഇൻ കോസ്റ്റ് ബുക്സ്. ABC അനാലിസിസ്, മാനേജറൽ സിഗ്നിഫിക്കൻസ്, ഹാൽസേ വേഴ്സസ് റോവാൻ, ഇൻസെന്റീവ് ലോജിക്, അത് കോൺട്രാസ്റ്റ്. ദെൻ ഇയിൽ ചോദിച്ചിരിക്കുന്നത് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്, ഡിസ്പോസൽ മെത്തേഡ്സ്. ലാസ്റ്റ് വൺ സർവീസ് കോസ്റ്റിംഗ്, കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്സ്. എക്സാമ്പിൾ, പാസഞ്ചർ കിലോമീറ്റർ. ഇത് ഇത്രയുമാണ് നമുക്ക് ഷോർട്ട് നോട്ട്സിൽ വന്നിരിക്കുന്ന ഓപ്ഷൻസ്. അതിൽ നിന്ന് അറിയാവുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന ഏതെങ്കിലും 4 മാത്രം ആൻസർ ചെയ്താൽ മതി. അപ്പം ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻ ആണ്. ദെൻ സെക്ഷൻ ബി നോക്കുക, 60 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അറ്റംപ്റ്റ് എനി 3, അതായത് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 20. അതായത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉള്ളതിൽ നിന്ന് ഏതെങ്കിലും 3 മാത്രം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന 3 മാത്രം ആൻസർ ചെയ്യുക. ഓരോന്നിനും 20 മാർക്ക് വെച്ചാണ് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4ൽ വരുന്നത് 20 മാർക്സ് ആണ്. മെറ്റീരിയൽ പ്രൈസിങ്, അതായത് FIFO ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നോക്കണം ഏത് മെത്തേഡാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇൻസ്ട്രക്ഷൻസ് നോക്കണേ. The following transactions relate to material M483. ബാക്കി ന്യൂമറിക്കൽ വാല്യൂസ് വന്നിട്ടുണ്ട്. April 1 ഓപ്പണിംഗ് 1200 units at ₹36. April 3 purchase 800 at ₹38. April 6 issue 1000. April 9 purchase 900 at ₹39. April 12 issues 100. April 17 return from production 60 units from the last issue. Then April 20 purchase 600 at ₹37. Then April 24 issue 800. April 28 shortage in stock take 20 units. Prepare the source ledger. അതായത് FIFO മെത്തേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. Showing each receipt or issue level values ആൻഡ് ക്ലോസിംഗ് ബാലൻസ്. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു FIFO മെത്തേഡിലുള്ള അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. 20 മാർക്കാണ് വരുന്നത്. ദെൻ ഫിഫ്ത് ക്വസ്റ്റ്യൻ വരുന്നത് 20 മാർക്സ് ആണ്. ഓവർ ഹെഡ്സ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. എ ഫാക്ടറി ഹാസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ് A and B ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് X and Y.
Primary overheads rupees A 1,68,000, B 1,32,000, X 54,000, Y 36,000. Basis floor area സ്ക്വയർ മീറ്ററിലാണ് പറയുന്നത്. എക്ക് 2,400, ബി 1,600, എക്സ് 600, വൈ 400. അടുത്ത മെഷീൻ അവേഴ്സ് തൗസൻഡ്സിലാണ് പറയുന്നത്. എ 9, ബി 6, എംപ്ലോയീസിൽ എ 60, ബി 40, എക്സ് 20, വൈ 10. Apportion x to a is to b is to y is equal to 3 is to 2 is to 1, and y to a is to b is to x is equal to 2 is to 3 is to 1. Using the reciprocal method, compute apportioned overheads of A and B and the overhead rate per machine hour for each production department. നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷന് ഓവർഹെഡ് കാൽക്കുലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ദെൻ 6th ക്വസ്റ്റ്യൻ വരുന്നത് 20 മാർക്സിന് തന്നെയാണ്. മെഷീൻ അവർ റേറ്റ് ആണ് അവിടെ പറയുന്നത്. വൺ മെഷീൻ കോസ്റ്റ് 8 lakh, സ്ക്രാപ്പ് വാല്യൂ 80,000, ലൈഫ് 40,000 hours, സ്റ്റാൻഡിംഗ് ചാർജസ് പെർ മന്ത് റെന്റ് 18,000, മെഷീൻ occupies 30% of the shop, supervisor rupees 42,000 devotes 1/7 time to this machine. Insurance on machine rupees 3,600 per annum. Lighting for shop 3,000 per annum. Machine expenses per annum. Repairs 30,000 rupees. Power 6 units per hour and rupees 7 per 10 unit. Consumables 12,000. Effective hours this month 160. Compute the machine hour rate clearly separating standing and machine expenses and show the charges for the month. മെഷീൻ അവർ റേറ്റിന്റെ കാൽക്കുലേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കൗണ്ട്സ് നമുക്ക് ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ഏതൊക്കെയാണ് പ്രത്യേകം ഒന്ന് എഴുതി നോക്കുക, അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് നോക്കുക. എന്നിട്ടത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു ഫോർമാറ്റിലോട്ട് അപ്ലൈ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ ഇക്വേഷൻസിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 7 ചോദിച്ചിരിക്കുന്നത് കോൺട്രാക്ട് കോസ്റ്റിംഗിൽ നിന്നാണ്. 20 മാർക്സിനാണ്. കോൺട്രാക്ട് നമ്പർ 47 സ്റ്റാർട്ടഡ് 1/1/2024, പ്രൈസ് 36 lakh for year ended 31/12/2024. Materials sent to site 8,90,000, materials returned to store 40,000, direct wages 12,60,000 rupees, site expenses 1,20,000. Plant issued to site 4 lakh, depreciate at 15% per annum, strict line method, plant in use all year. Materials at site 31, അതായത് ക്ലോസിംഗ് ഇതായിട്ട് 31/12/2024 55,000 ആണ്. വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് 30,000, വർക്ക് സർട്ടിഫൈഡ് 24 lakh, cash received 80% of work certified, work uncertified 70,000. Prepare the contract account and compute the profit to be transferred to P&L account. Apply an appropriate formula for partially complete contracts. Show work in progress for the ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിലെ വർക്കിംഗ് പ്രോഗ്രസ്സും നമ്മൾ കാണിക്കും. കോൺട്രാക്ട് പോസ്റ്റിംഗ് ചെയ്യണം, കാൽക്കുലേഷൻ ചെയ്ത് പ്രോഫിറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കുക. തന്നെ വർക്കിംഗ് പ്രോഗ്രസ്സിലെ എമൗണ്ടും കാര്യങ്ങളും നമ്മൾ കാണിക്കേണ്ടതുണ്ട്. 20 മാർക്സിനാണ് ചോദിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 20 മാർക്സിന് ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ EOQയുടെ പോർഷനിലാണ് ചോദിച്ചിരിക്കുന്നത്. എ പാർട്ടിൽ, അതിന് 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എ പാർട്ടിൽ വന്നിരിക്കുന്നത് a bus operator runs a single route, 64 kilometer round trip, 26 days in the month, 2 round trips per day. Seating capacity 48, average occupancy 85%. Monthly costs driver 18,000, conductor 40,000, diesel 105 per liter, consumption 5 kilometer per liter. Lubricants rupees 12 per 100 kilometer, tires and maintenance 22,000. Road tax and insurance 6,600, depreciation 28,000, overheads 9,200. Compute the operation cost per passenger per kilometer, nearest paisa. 15 മാർക്സ് ആണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ സർവീസ് കോസ്റ്റിങ്ങും അല്ലെങ്കിൽ EOQയുമാണ് നമുക്ക് അറിയേണ്ടത്. എല്ലാ ബേസിക് ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിസിൽ കറക്റ്റ് ആയിട്ടുള്ള സർവീസ് കോസ്റ്റിങ്ങും കാര്യങ്ങളും നോക്കിയിട്ട് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കാര്യങ്ങൾ എന്താണ് നമുക്ക് ഇന്ന് കറക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യും. അതിനകത്ത് അതിനകത്ത് സർവീസ് കോസ്റ്റിംഗ് ആണ് ഈ ഒരു
എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി വരുന്ന സെക്കൻഡ് പാർട്ടിലാണ്. അത് ഡി ക്വസ്റ്റ്യനിലാണ്. ആനുവൽ ഡിമാൻഡ് 48,000 യൂണിറ്റ്, ഓർഡർ കോസ്റ്റ് 240 rupees per order, unit cost rupees 60, carrying cost 12% of unit cost, then compute EOQ. അത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ മസ്റ്റായിട്ട് കവർ ചെയ്തോണം കേട്ടോ. അപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ഒരു 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ല ഇന്നത് ആൻസർ ചെയ്യാവുന്നൊന്നുമില്ല. നിങ്ങൾക്ക് തിയറി അറിയാമെങ്കിൽ അത് എഴുതുക. ഈ ഒരു ബി പാർട്ടിൽ തന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് 8 ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ബി പാർട്ടിൽ വന്നിരിക്കുന്നതിൽ നിന്ന് നമുക്കിപ്പോ ഒരു 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 3 ക്വസ്റ്റ്യൻസ് എഴുതാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. 20 മാർക്ക് വെച്ചുള്ള 3 എഴുതണം. അപ്പം ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ട് അറിയാവുന്ന നിങ്ങൾ എഴുതുക. അതേപോലെ തന്നെ ഫസ്റ്റ് എ പാർട്ടിലെ എല്ലാം കമ്പൽസറി ആണ്. അത് മനസ്സിലായി അതിനകത്ത് ഓപ്ഷൻസ് ഇല്ല. നിങ്ങളപ്പോ ശ്രദ്ധിച്ചോണം. എ പാർട്ട് ബി പാർട്ട് എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണോ ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആണോ എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതനുസരിച്ചാണ് നമ്മുടെ മാർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നത്, വാല്യൂ ചെയ്യുന്നത്. ഇപ്പം ഈ ഒരു ബേസിസിൽ ഇതൊരു ജസ്റ്റ് ഒരു ഇത് കണ്ട് പേടിക്കാനോ അല്ലെങ്കിൽ ഇത് എനിക്കൊന്നും അറിയില്ല അങ്ങനെയല്ല, നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ള ഏത് മെത്തേഡാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെന്ന് വരാനെന്ന് അറിയാനുള്ളതാണ് ഈ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏത് ലെവലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത് എന്നുള്ളൊരു മോഡൽ നിങ്ങൾക്ക് അറിയാലോ. ഇത് വെച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നിങ്ങൾ സാമ്പിളൊക്കെ നോക്കുക. ജസ്റ്റ് വലിയ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. നല്ലൊരു എക്സാം ആകട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 10 ടോപ്പ് 8 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറച്ച് ടോപ്പിക്സ് ഒക്കെ കണ്ടില്ലേ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഹൈലി പ്രയോറിറ്റി കൊടുക്കണ്ടേ. ആ ഒരു പോർഷൻസിൽ തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നല്ലൊരു എക്സാം ആകട്ടെ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നല്ല സ്കോറോടുകൂടി എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും പേടിക്കാതെ ടെൻഷൻ ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ പോയി അറ്റൻഡ് ചെയ്തിട്ട് വരിക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.